രാധേശ്യാം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഭീഷ്മാഷ്ടമി, ഭീഷ്മരുടെ സദ്ഗതിയുടെ നാൾ. ശ്രീ ഭീഷ്മർ എന്ന് പറയുമ്പോൾ തന്നെ മഹാഭാരതത്തിലെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു കഥാപാത്രത്തെയാണ് നമ്മൾക്ക് ഓർമ്മ വരിക. ഭീഷ്മർ എന്ന് കേൾക്കുമ്പോൾ സത്യപ്രതിജ്ഞനായ ആൾ, പരശുരാമനെ പോലും യുദ്ധത്തിൽ സന്തോഷിപ്പിച്ചതായ തികഞ്ഞ യോദ്ധാവ്, കൗരവ പാണ്ഡവാദികളുടെ പിതാമഹൻ, ധർമ്മനിഷ്ഠൻ, സത്യസന്ധൻ, ബ്രഹ്മചാരി, ഇങ്ങനെ അനവധി വിശേഷണങ്ങൾ ഭീഷ്മരുടെ മുന്നിലും പിറകിലുമായിട്ടുണ്ടെങ്കിൽ ആ ഭീഷ്മർ തികഞ്ഞൊരു ഭക്തനായിരുന്നു എന്നത് ഏറ്റവും അധികം പ്രകടമാകുന്നത് ശ്രീമദ് ഭാഗവതത്തിൽ തന്നെയാണ്. ഭാഗവതത്തിലെ പ്രഥമസ്കന്ധത്തിലെ 9-ാമത് അധ്യായത്തിൽ ഭീഷ്മരുടെ സ്തുതിയും ഭീഷ്മരുടെ സദ്ഗതിയും നമ്മൾക്ക് കാണാം. ആ ഒരു രംഗം ഏറ്റവും പ്രൗഢഗംഭീരമായ ഒരു രംഗം. ഭീഷ്മരുടെ സദ്ഗതി കാണാൻ സകല ദേവന്മാരും വന്ന് കാത്തു നിൽക്കുന്ന സമയം, ഭീഷ്മരുടെ മുമ്പിൽ ശ്രീകൃഷ്ണ പരമാത്മാവ് തന്നെ വന്നു നിൽക്കുന്ന സമയം, ഭീഷ്മരോട് അവസാന വാക്കുകളെ കിട്ടാൻ ധർമ്മപുത്രർ ചോദിക്കുന്ന പല പല ധർമ്മങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും അതിന് ഭീഷ്മപിതാമഹർ നൽകുന്നതായ ഉത്തരങ്ങളും, അങ്ങനെ പ്രൗഢഗംഭീരമായ ഒരു സദസ്സ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അവിടെ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുൻപ് ഭീഷ്മപിതാമഹർ ഭഗവാനോട് ആവശ്യപ്പെടുന്നതായിട്ടുള്ള ഒരു കാര്യം, സദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസന്മുഖാംബുജോ ധ്യാനപഥശ്ചതുർഭുജ. ദേവദേവനായ ഭഗവാൻ തന്നെ കടാക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവണം. എപ്പോഴാണോ ഞാൻ ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നത് അതുവരെ ഭഗവാൻ പ്രസന്നമായ ഈ പുഞ്ചിരിയോടുകൂടിയും അരുണവർണ്ണമുള്ള കണ്ണുകൾ കൊണ്ടും ശോഭിക്കുന്നതായ മുഖാരവിന്ദത്തോടുകൂടി ധ്യാനമാർഗത്തിലൂടെ അറിയപ്പെടാൻ കഴിയുന്ന 4 കൈകളോടുകൂടിയ ആ ചതുർഭുജാകാരനായിട്ട് തന്നെ എന്നെ കടാക്ഷിച്ചുകൊണ്ട് ഇവിടെ ഉണ്ടാവണേ എന്ന് ഭീഷ്മരാദ്യം ഭഗവാനോട് പ്രാർത്ഥിച്ച് യുധിഷ്ഠിര മഹാരാജാവിന് വേണ്ട എല്ലാ ഉപദേശങ്ങളെയും നൽകി ഒടുവിൽ എല്ലാത്തിനെയും വിട്ടു. മനസ്സ് ഏതിലൊക്കെ ഒട്ടിപ്പിടിച്ചു നിൽക്കുന്നോ അതിൽ നിന്നൊക്കെ അതിനെ തിരിച്ചു കൊണ്ടുവന്ന് ആദിപുരുഷനായ മഞ്ഞപ്പെട്ടുടുത്ത 4 കൈകളോടുകൂടി തൻ്റെ മുമ്പിൽ നിൽക്കുന്നവനായിട്ടുള്ള ആ കൃഷ്ണനിലേക്ക് മനസ്സിനെ ആവേശിപ്പിച്ചു. മനസ്സിലേക്ക് ഭഗവാനെ കൊണ്ടുവരുന്ന സമയത്ത് എല്ലാവരും കണ്ണടച്ച് പുറമേ നിന്നുള്ള കാഴ്ചകളെ തടയുമെങ്കിൽ അമീലി ദദ്രക്, ഭീഷ്മപിതാമഹർ കണ്ണടയ്ക്കാതെ ഭഗവാന്റെ സ്വരൂപത്തെ തന്നെ കൺകുളിർക്കെ കണ്ടു. എല്ലാവർക്കും 2 കൈകളായിട്ടുള്ള കൃഷ്ണനെ കാണാൻ സാധിക്കുമ്പോൾ ഭീഷ്മർക്ക് മാത്രം ഭഗവാൻ ചതുർഭുജാകാരനായിട്ട് തന്നെ ദർശനം നൽകി. ആ ഭഗവത് സ്വരൂപത്തെ ഹൃദയത്തിൽ ധരിച്ചതോടുകൂടി ഹതാശുഭ, എല്ലാ തരത്തിലുള്ള അശുഭങ്ങളും ഇല്ലാത്തവനായി, തദീക്ഷയൈവാശുഗതായുധവ്യഥ, ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ശരശയ്യയിൽ കിടക്കുന്ന സകല വേദനകളും ഇല്ലാത്തവനായി, തുടർന്ന് നിവൃത്ത സർവേന്ദ്രിയവൃത്തി വിഭ്രമ, എല്ലാ ഇന്ദ്രിയങ്ങളുടെയും വ്യാപാരങ്ങളെ കൊണ്ടുള്ള ആ പരിഭ്രമങ്ങൾ മുഴുവൻ ഇല്ലാത്തവനായി, തുഷ്ടാവജന്യം വിസർജൻ ജനാർദ്ദനം, ഈ ശരീരത്തെ ഉപേക്ഷിക്കുന്നവനായിക്കൊണ്ട് ആ ജനാർദ്ദനനായ സകല ജനങ്ങളുടെയും സകല പാപങ്ങളെയും ദുഃഖങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്നവനായിട്ടുള്ള ഭഗവാനെ ഭീഷ്മപിതാമഹർ അത്യത്ഭുതകരമായ രീതിയിൽ സ്തുതിക്കുന്നു. ശ്രീ ഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിത വിതൃഷ്ണ ഭഗവതി സാത്വത പുംഗവേ വിഭൂമ്നി സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ. സ്വരൂപാനന്ദത്തെ അനുഭവിക്കുന്നവൻ ഭഗവാൻ,
ആ ഭഗവാന് ചിലപ്പോൾ ചില ലീലകളൊക്കെ വേണമെന്ന് തോന്നും. ആ സമയത്ത് മായയെ സ്വീകരിച്ചുകൊണ്ട് ലീലകളാടുന്നതായിട്ടുള്ള ഭഗവാനിൽ ഒന്നിനോടും ആശയില്ലാതെ എൻ്റെ മനസ്സിതാ ചെന്ന് ചേർന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മരസ്തുതിയെ ആരംഭിക്കുന്നു. ആ ഭഗവാന്റെ ദിവ്യമായിട്ടുള്ള സ്വരൂപത്തെ പ്രാർത്ഥിച്ച് ആ ഭഗവാനിൽ രതിയുണ്ടാവണം എന്ന് പറയുകയാണ് ഭീഷ്മര്. ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേനവദ്യ. മൂന്ന് ലോകങ്ങളിലും വെച്ച് ഏറ്റവും കമനീയമായ സ്വരൂപം, തമാലത്തിൻ്റെ നിറം പോലെയുള്ളവൻ, ഉദിച്ചുയർന്നു വരുന്നതായ സൂര്യകിരണം പോലെ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചവൻ, അതുപോലെ കുറുനിരകൾ കൊണ്ട് മറഞ്ഞു തുടങ്ങുന്നതായിട്ടുള്ള മുഖം, അങ്ങനെയുള്ള ശരീരത്തെ സ്വീകരിച്ചിരിക്കുന്നതായ വിജയസഖാവായിട്ടുള്ള ആ കൃഷ്ണനിൽ എനിക്കൊരു തരത്തിലുള്ള ദോഷങ്ങളുമില്ലാത്ത രതി ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചു. വളരെ മനോഹരമായ സ്വരൂപമാണിതെങ്കിൽ യുദ്ധക്കളത്തിൽ വെച്ച് കണ്ട ഭഗവാന്റെ ചില സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് ഭീഷ്മര്. യുധി തുരകരജോ വിധൂമ്ര വിശ്വക്കചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനത്വചി വിലസത്കവചേസ്തു കൃഷ്ണ ആത്മാ. യുദ്ധക്കളത്തില് പാർത്ഥസാരഥിയായിരിക്കുന്ന ഭഗവാൻ അർജുനന്റെ തേര് തെളിക്കുന്ന സമയത്ത് കുതിരക്കുളമ്പടികളിൽ നിന്ന് ഉയർന്നു പൊങ്ങുന്നതായിട്ടുള്ള ആ പൊടിപടലങ്ങൾ വ്യാപിച്ച് ധൂമ്രവർണ്ണത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇളകുന്നതായിട്ടുള്ള തലമുടി, ആ തലമുടിയിൽ തടഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള വിയർപ്പ് തുള്ളികൾ, അത് തന്നെ ഭഗവാന്റെ മുഖത്തിനൊരു അലങ്കാരമായിട്ട് മാറുന്നു. ഒപ്പം ഭീഷ്മർ പറയുന്നു, മമ നിശിതശരൈഹി, എൻ്റെ മൂർച്ചയുള്ളതായ അസ്ത്രങ്ങൾ തട്ടി ശരീരം മുറിഞ്ഞിട്ടുണ്ട് ഭഗവാന്റെ. ആ രക്തത്തുള്ളികൾ ഉണ്ടായിട്ടും ഭഗവാന് എന്തെന്നില്ലാത്തതായിട്ടുള്ള ശോഭ. ആ ഭഗവാൻ പൊടിപടലങ്ങളും വിയർപ്പ് കണങ്ങളും രക്തത്തുള്ളികളും ഒക്കെ ശോഭ കെടുത്തുന്നവയാണെങ്കിൽ ഇതൊക്കെ ചേരുമ്പോൾ ഭഗവാന് കൂടുതൽ കൂടുതൽ ശോഭയുള്ളതായിട്ട് തോന്നി ഭീഷ്മർക്ക്. ആ കൃഷ്ണൻ പാർത്ഥസഖാവായതിനെ വർണ്ണിക്കുകയാണ് ഭീഷ്മർ. സപതി സഖി വചോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാഹൃതവതി പാർത്ഥസഖേ രതിർമമാസ്തു. അർജുനൻ പറഞ്ഞത് കേട്ട് സേനയോരുഭയോർ മധ്യേ രഥം സ്ഥാപയമേച്യുത, രണ്ട് സേനകളുടെയും ഇടയിൽ എൻ്റെ ഈ തേരിനെ കൊണ്ട് നിർത്തൂ എന്ന് അർജുനൻ പറഞ്ഞത് കേട്ട് ഭഗവാൻ തേരിനെ കൊണ്ടുവന്ന് നിർത്തി. അവിടെ നിർത്തിക്കൊണ്ട് പരസൈനികായുരക്ഷ്ണാഹൃതപതി, എതിർ സൈന്യത്തിലുള്ള ആൾക്കാർ, ഭീഷ്മര്, ദ്രോണര്, കർണൻ, ശല്യര്, കൃപര് എന്നിങ്ങനെ ഓരോരുത്തരെയും പേര് ചൂണ്ടുന്ന കൂട്ടത്തിൽ ഓരോ നോട്ടം കൊണ്ട് അവരുടെയൊക്കെ ആയുസ്സിനെ അപഹരിച്ചത് അർജുനൻ അറിഞ്ഞില്ല. പക്ഷെ ആയുസ് നഷ്ടപ്പെട്ടു പോകുന്ന ഭീഷ്മർ അത് അറിഞ്ഞിരുന്നു. അങ്ങനെയുള്ള ആ കൃഷ്ണനാണ് യഥാർത്ഥത്തിൽ ആ നിമിഷത്തിലാണ് പാർത്ഥസഖാവായിട്ട് അർജുനന് വേണ്ടത് അർജുനൻ പോലും അറിയാതെ ചെയ്തു കൊടുക്കുന്നവനായിട്ട് മാറിയത്. ആ പാർത്ഥസഖാവായ ഭഗവാനിൽ എനിക്ക് രതിയുണ്ടാവണേ. വ്യവഹിതപ്രതനാമുഖം നിരീക്ഷ്യ സ്വജനവധാദ് വിമുഖസ്യ ദോഷബുദ്ധിയാ കുമതിമഹരദാത്മവിദ്യയായ ചരണരതി പരമസ്യ തസ്യ മേസ്തു. ഈ ശത്രു സൈന്യത്തിനെ കണ്ട് തൻ്റെ ബന്ധുജനങ്ങളും ഗുരുജനങ്ങളും സഹോദരങ്ങളും ഒക്കെ ആയിട്ടുള്ളവരെ എങ്ങനെ ഞാൻ വധിക്കും എന്നൊരു ദോഷബുദ്ധി അർജുനന് വന്ന സമയം ആ അർജുനന് ആത്മവിദ്യ കൊണ്ട്, ഗീതോപദേശം കൊണ്ട് ഏതൊരു കൃഷ്ണനാണോ എല്ലാ പൊട്ടബുദ്ധികളെയും ഇല്ലാതാക്കി കൊടുത്തത്, ആ ഗീതാചാര്യനായ
ഭഗവാന്റെ പാദങ്ങളിൽ എനിക്ക് രതിയുണ്ടാവണേ എന്നതാ പ്രാർത്ഥിക്കുന്നു. ഇതൊക്കെ അർജുനന് കൊടുത്ത അനുഗ്രഹമെങ്കിൽ തനിക്ക് തന്ന അനുഗ്രഹത്തെ പറയുകയാണ് ഭീഷ്മർ. സ്വനിഗമം അപഹായ മത്പ്രതിജ്ഞാമൃതമധികർത്തും അപപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാച്ചലദ്ഗുർഹരിരിവഹന്തുമിഭം ഗതോത്തരീയ. തൻ്റെ പ്രതിജ്ഞയെ ഭഗവാൻ ഉപേക്ഷിച്ചു. ആയുധമെടുക്കില്ല എന്ന് പറഞ്ഞ പ്രതിജ്ഞയെ ഉപേക്ഷിച്ചുകൊണ്ട് തേരിൽ നിന്ന് ഭഗവാൻ എടുത്തു ചാടി. എന്തിന്? മത്പ്രതിജ്ഞാമൃതമധികർത്തും, എൻ്റെ പ്രതിജ്ഞയെ സത്യമാക്കുന്നതിന് വേണ്ടിയിട്ട്. അങ്ങനെ ഒരു വലിയ കാരുണ്യം കൃഷ്ണൻ എനിക്കായിട്ട് തന്നു. ആ കൃഷ്ണൻ അർജുനനെ രക്ഷിക്കാൻ എന്ന പോലെ തന്നേക്കാൾ തൻ്റെ ഭക്തനാണ് തനിക്ക് വലുത് എന്ന് കാണിക്കാൻ സ്വന്തം പ്രതിജ്ഞയെ വലിച്ചെറിഞ്ഞ് ചക്രായുധവുമായിട്ട് ചാടിയിറങ്ങിയ രംഗം ഞാൻ ഓർക്കുന്നു. അതെന്നെ വധിക്കാൻ വന്ന പോലെ തന്നെ തോന്നി. ശിതവിശിഖഹതോ വിശീർണദംശ ക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ. മൂർച്ചയുള്ളതായ അസ്ത്രങ്ങൾ കൊണ്ട് മുറിഞ്ഞിട്ടും കവചങ്ങൾ പൊളിഞ്ഞിട്ടും രക്തം വ്യാപിച്ചിട്ടും എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ആയുധം ധരിച്ചു നിൽക്കുന്ന എൻ്റെ എതിരെ വളരെ ബലാത്കാരമായി നേരിട്ട് വന്നു ആ ഭഗവാൻ, മുകുന്ദനായ ഭഗവാൻ, മുക്തി നൽകുന്നവനായിട്ടുള്ള ആ ഭഗവാൻ. സഭവതുമേ ഭഗവാൻ ഗതി, എനിക്ക് ഗതിയായിട്ട് വരണമേ എന്ന് ഭീഷ്മർ പ്രാർത്ഥിക്കുന്നു. വിജയരഥ കുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തച്ഛ്രിയേ ക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോര്യമിഹ നിരീക്ഷ്യ ഹതാഗതാസ്വരൂപം. അർജുനന്റെ തേരാകുന്ന കുടുംബം, അതിനെ സംരക്ഷിച്ചുകൊണ്ട് കയ്യിൽ ചമ്മട്ടിയും കടിഞ്ഞാണും ധരിച്ച് അതിൻ്റെ ആ ഒരു ശോഭ കൊണ്ട് ഏതൊരുത്തനും നോക്കി നിൽക്കാൻ തോന്നുന്ന സ്വരൂപത്തോടു കൂടിയിരിക്കുന്ന ഭഗവാൻ, മരണം ആഗ്രഹിക്കുന്ന, മരണത്തിലേക്ക് അടുക്കുന്നതായിട്ടുള്ള എന്നെ അനുഗ്രഹിക്കുന്നു. ആ ഭഗവാനിലേക്ക് എനിക്ക് രതിയുണ്ടാവണേ. ഈ ഭഗവാനെ കണ്ടുകൊണ്ട് ഈ യുദ്ധക്കളത്തിൽ ജീവൻ വെടിയുന്ന ഓരോരുത്തരും എത്തേണ്ടുന്ന സദ്ഗതിയിലേക്ക് എത്തിച്ചേരുന്നു. ഈ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ തനിക്കും എത്താൻ സാധിക്കണേ എന്നതാ പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഗോപികമാരെ സ്മരിച്ചു. ഗോപികമാരുടെ കയ്യിൽ നിന്ന് കടമെടുത്ത വാക്കാണ് രതി. ആ ഗോപികമാര് അവർക്ക് ഇങ്ങനെയൊന്നുമല്ലാതെ വളരെ മനോഹരമായ സ്വരൂപത്തെ ഭഗവാൻ കാണിച്ചു കൊടുക്കലുണ്ടായി. 10-12 വർഷത്തെ വൃന്ദാവന ലീലകളിലൂടെ ലളിതഗതി വിലാസവൽഗുഹാസ പ്രണയ നിരീക്ഷണ കൽപ്പിതോരുമാനാഹ കൃതമനുകൃതവത്യ ഉന്മദാന്ധ പ്രകൃതിമകൻ കിലയസ്യ ഗോപവധ്വ. ലളിതമായ ഗതി, വളരെ മനോഹരമായ സഞ്ചാരങ്ങളും മനോഹരമായ അംഗചലനാദികളും മനോഹരമായ ഏറ്റവും സൗന്ദര്യമുള്ളതായ പുഞ്ചിരിയും പ്രണയം നിറഞ്ഞതായ നോട്ടവും, ഇതൊക്കെ ഗോപികമാർക്ക് കൃഷ്ണനോട് വലിയൊരു ബഹുമാനം ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ കൃഷ്ണനെ അവരനുകരിക്കുന്നവരായി, അവരുടെ ഉള്ളിലുള്ള കാമം കൊണ്ട് കണ്ണു കാണാത്തവരായി. എന്നിട്ടും ആ ഗോപികമാരൊക്കെ ഭഗവാനിലേക്ക് എത്തിച്ചേർന്നു. ഇത് പറയുമ്പോൾ ഒരു മനുഷ്യനിലുണ്ടാവുന്ന, ആ മനുഷ്യനെ അധപ്പതിപ്പിക്കുന്ന 2 വികാരങ്ങൾ, ക്രോധവും കാമവും. ആ ക്രോധത്തെ തന്നിൽ നിന്ന് ഭഗവാൻ സ്വീകരിച്ചു, കാമത്തെ ഗോപികമാരിൽ നിന്ന് ഭഗവാൻ സ്വീകരിച്ചു. അപ്പം ഏത് ദുർവികാരങ്ങളും ഭഗവാനിലേക്ക് ചെല്ലുന്ന സമയത്ത് അതൊക്കെ ഭഗവാൻ ശുദ്ധമാക്കി സ്വീകരിക്കുന്നു എന്ന ഭഗവാന്റെ ആ കാരുണ്യ സ്വഭാവത്തെ ഭീഷ്മർ ഇവിടെ സൂചിപ്പിച്ചു. അഗ്രാസന പൂജയിലിരുന്ന് പൂജയെ സ്വീകരിച്ച ഭഗവാന്റെ ആ മഹിമയെ ഓർത്തുകൊണ്ട് ഭീഷ്മർ പറയുകയാണ്,
മുനിഗണ നൃപവർയസങ്കുലേന്തഃ സദസി യുധിഷ്ഠിരരാജസൂയ ഏഷാം അർഹണമുപവേദ ഈക്ഷണീയോ മമ ദൃശിഗോചര ഏഷ ആവിരാത്മാ. അനവധി മുനിശ്രേഷ്ഠന്മാരും രാജശ്രേഷ്ഠന്മാരും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതായ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ രാജസൂയ സദസ്സിൽ അദ്ദേഹത്തിൻ്റെ പൂജയെ സ്വീകരിച്ചു കൊണ്ടിരുന്നതേ കൃഷ്ണൻ ഇപ്പതാ മമ ദൃശിഗോചരേഷാവിരാത്മ, എൻ്റെ കണ്ണിൽ എനിക്ക് കാണാൻ പാകത്തിന് പ്രത്യക്ഷനായിട്ട് നേരെ മുമ്പിൽ വന്നു നിൽക്കുന്നുവല്ലോ. ഈ മരണസമയത്തിൽ ഭഗവാനെ കാണാൻ സാധിച്ച ആ ഭാഗ്യത്തിൽ താൻ കൃതാർത്ഥനാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭീഷ്മർ സ്തുതിയെ അവസാനിപ്പിക്കുക. തമിമമഹമജം ശരീരഭാജാം ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. ഭഗവാൻ തന്നെയാണ് ഇവിടെ സകലതിനെയും കൽപ്പിച്ചിട്ടുള്ളത്, ഈ പ്രകൃതിയെ തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ അതേ ഭഗവാൻ തന്നെയാണ് എല്ലാത്തിൻ്റെയും ഉള്ളിൽ അന്തര്യാമിയായിട്ട് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഇപ്പോൾ കാണാൻ പാകത്തിന് മുമ്പിലുണ്ട്. എവിടെയോ നിൽക്കുന്നതായിട്ടുള്ള ഒരേ ഒരു സൂര്യൻ ഇവിടെയുള്ള സകല പ്രാണികൾക്കും പ്രകാശരൂപത്തിൽ അനുഭവപ്പെടുന്നത് പോലെ, ഒരേപോലെ അനുഭവപ്പെടുന്നത് പോലെ കൃഷ്ണനും ഇപ്പം എല്ലാവർക്കും ഒരേപോലെ പ്രത്യക്ഷമായിട്ട് എല്ലാവർക്കും കാണാൻ പാകത്തിന് തന്നെ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള ആ ഭഗവാനിൽ വിധൂതഭേദമോഹ, ഭേദം കൊണ്ടുള്ള മോഹം നശിച്ചിരിക്കുന്നതായിട്ടുള്ള ഞാൻ സമധിഗതോസ്മി, നന്നായിട്ട് ആ ഭഗവാനിലേക്ക് പ്രാപിച്ചിരിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭീഷ്മപിതാമഹര് കൃഷ്ണയേവം ഭഗവതി മനോവാഗ് ദൃഷ്ടിവൃത്തിഭി, ആ കൃഷ്ണനിലേക്ക് തൻ്റെ മനസ്സ്, വാക്ക്, ദൃഷ്ടി എല്ലാത്തിനെയും ആവേശിപ്പിച്ചുകൊണ്ട് ഒരു യോഗിയുടെ പോലെ ആത്മാനമാവേശ്യ, ആ ആത്മാവിനെ ആത്മാവിലേക്ക് തന്നെ പ്രവേശിപ്പിച്ചുകൊണ്ട് അന്തശ്വാസ ഉപാരമത്, ഉള്ളിൽ ലയിച്ചിരിക്കുന്ന ശ്വാസത്തോടു കൂടിയ അദ്ദേഹം എല്ലാത്തിൽ നിന്നും ഇതാ ഉപരമിക്കുന്നു. ഒരു യോഗി തൻ്റെ ശ്വാസത്തെ ഉള്ളിലടക്കി ബ്രഹ്മരന്ധ്രത്തെ ഭേദിച്ച് ജീവനെ ഭഗവാനിലേക്ക് എത്തിക്കുന്നത് പോലെ ശ്രീകൃഷ്ണ ഭഗവാനിൽ തൻ്റെ ആത്മാവിനെ ആ ഭീഷ്മര് പ്രവേശിപ്പിച്ചു. സദ്ഗതി അടഞ്ഞു. അങ്ങനെയുള്ള ഭീഷ്മരുടെ സദ്ഗതി നമ്മൾക്കും ഒരു പ്രേരണയാണ്. നിറഞ്ഞ ഭക്തിയുള്ളവനാകുമ്പോൾ അവൻ്റെ അവസാന നിമിഷത്തിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ഭഗവാൻ വന്നു നിൽക്കും. ആ വന്നു നിൽക്കുന്നതായ ഭഗവാൻ ജീവിതത്തിൽ തന്നതായിട്ടുള്ള എല്ലാ കാരുണ്യങ്ങളെയും ആ നിമിഷത്തിൽ നമ്മൾക്ക് ഓർക്കാൻ സാധിക്കും. ബാക്കി ഒന്നും പറയാൻ സാധിക്കുന്നില്ലെങ്കിലും ആ അവസാന 2 വാക്ക് ഭഗവാനോടായിട്ട് നമ്മൾക്ക് പറയാൻ സാധിക്കും. ആ അവസാന നിമിഷത്തിൽ നമ്മൾ അനുഭവിക്കുന്നതായ ഏതൊക്കെ തരത്തിലുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും ഉണ്ടോ അതൊക്കെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് നമ്മൾക്ക് ഇല്ലാതായിത്തീരും. ഒരു നീണ്ട ജീവിതത്തിലെ കർമ്മപ്രാരബ്ധങ്ങളെ കൊണ്ടോ മറ്റോ വന്നു ചേർന്നതായിട്ടുള്ള സകല ബന്ധങ്ങളെയും വിട്ടുകൊണ്ട് മനസ്സിനെ ഭഗവാനിലേക്ക് മാത്രമായിട്ട് സമർപ്പിക്കാൻ നമ്മൾക്ക് സാധിക്കും. ഭീഷ്മരുടെ പോലെ ആരുമറിയാതെ ഭഗവാനിലേക്ക് അദ്ദേഹം കൊണ്ടു നടന്ന ദൃഢമായ ഭക്തി പോലെ നമ്മൾക്കും ദൃഢമായ ഭക്തി കൊണ്ടു നടക്കാൻ സാധിക്കട്ടെ. ആ ഭക്തി മുഴുവൻ ആ അവസാന നിമിഷത്തിനുള്ളിൽ ഭഗവാന്റെ പാദത്തിലേക്കുള്ള രതിയായിട്ട് മാറാനിടയാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. രാധേശ്യാം.